ഞാനിപ്പോഴുള്ളത് ഉഹുദ് പർവ്വതത്തിന്റെ ചാരയാണുള്ളത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഉഹുദ് പർവ്വതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ പറഞ്ഞതായിട്ട് കാണാം, ഉഹുദുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു. ഉഹുദ് പർവ്വതം നമ്മെ ഇഷ്ടപ്പെടുന്നു, നാം ഉഹുദ് പർവ്വതത്തെ ഇഷ്ടപ്പെടുന്നു, ഉഹുദ് പർവ്വതം നമ്മെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ചരിത്രത്തിൽ ഒരുപാട് സ്ഥാനം പിടിച്ച പർവ്വതമാണ് ഉഹുദ് പർവ്വതം. ഈ ഉഹുദ് പർവ്വതമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇന്ന് ഞാൻ മദീന ഹറമിൽ നിന്ന്, റസൂലുള്ളാഹിന്റെ ഹറമിൽ നിന്ന് ഉഹദീങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി 3.5 കിലോമീറ്റർ കാൽനടയായിട്ട് നമുക്ക് നടന്നു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് നടന്നു വന്നു. അൽഹംദുലില്ലാഹ് ഉഹദീങ്ങളെ സിയാറത്ത് ചെയ്തു. ഇതാണ് ഉഹദ് ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം. ഇവിടെയാണ് ഉഹദീങ്ങളായ 70ഓളം വരുന്ന ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാരായ സ്വഹാബിമാര് ഉഹുദിൽ ഷഹീദായ യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. അവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലമാണ് ഈ കെട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്നത്. അത് ആ കാണുന്ന പർവ്വതം അത് ജബലുർ റുമാത്താണ്. ഉഹദിന്റെ ചരിത്രം അറിയുന്നവർക്ക്, പഠിച്ചവർക്ക് അറിയാം, ജബലുർ റുമാത്ത് പർവ്വതത്തിന്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് അല്പം സ്വഹാബിമാരോട് അവിടെ ശത്രുക്കള് പർവ്വതത്തിന്റെ ബാക്കിലൂടെ വരുന്നത് സംരക്ഷിക്കാൻ വേണ്ടി കാവല് നിൽക്കാൻ പറയുകയും, അങ്ങനെ ഈ സ്വഹാബിമാർ അവരെ കാവല് നിന്ന് അങ്ങനെ ശത്രുക്കൾ പിന്തിരിഞ്ഞു പോയി എന്നുള്ള ധാരണയിൽ ഗനീമത്ത് പുറക്കാൻ വേണ്ടി ആ സ്വഹാബിമാരെ ഇറങ്ങി വന്ന സമയത്ത് ബാക്കിലൂടെ മക്കാ മുശ്രിക്കുകൾ തിരിച്ചു വന്നുകൊണ്ട് വീണ്ടും യുദ്ധമുണ്ടാവുകയും ആ യുദ്ധത്തിൽ ഒരുപാട് സ്വഹാബിമാര് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരുപാട് സ്വഹാബിമാര് ഷഹീദാവുകയുണ്ടായി. 70ഓളം സ്വഹാബിമാര് ഷഹീദാവുകയുണ്ടായി. ആ ഒരു മലയാണ് നമ്മൾ കാണുന്നത്, ജബലുർ റുമാത്ത്. ഇതിന്റെ മുകളിൽ ആളുകൾ കയറുന്നത് ചെറിയ മലയാണ്. ശത്രുക്കളെ അടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാവൽക്കാർ നിർത്തിയിരുന്ന മലയാണിത്, ജബലുർ റുമാത്ത്. അതുപോലെ ഇത് ഉഹദീങ്ങള് അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ഭൂമിയിലെ ഈ ചരിത്ര കേന്ദ്രങ്ങളെല്ലാം സന്ദർശിക്കാൻ നമുക്ക് തൗഫീഖ് ആകട്ടെ.